ഹായ്, വെൽക്കം ടു കൂൾ ഫാക്ട്സ് ആൻഡ് ഫൺ. ഇന്ന് നമുക്ക് ഫ്ലോറിഡയിലൊക്കെ ഹരിക്കെയിൻ വരുമ്പോൾ, അതായത് ചുഴലിക്കാറ്റൊക്കെ വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാന്നുള്ളത് ഒന്ന് വളരെ ചുരുക്കി പറയാം കേട്ടോ. അപ്പോൾ ഹരിക്കെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 5 ടൈപ്പ് ഹരിക്കെയിൻ ഉണ്ട്, 5 കാറ്റഗറീസ് ഉണ്ട്. അതായത് കാറ്റഗറി 1 മുതൽ കാറ്റഗറി 5 വരെ. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റിന്റെ സ്പീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ കാറ്റഗറി പറയുന്നത്. ഓക്കെ, അപ്പോൾ കാറ്റഗറി 3 to 5 എന്ന് വെച്ചാൽ ഭയങ്കര അപകടകാരികളാണ്. നമുക്ക് ചിലപ്പോൾ കറണ്ടും വാട്ടർ സപ്ലൈ ഇതൊക്കെ പോകും, റോഡൊക്കെ ബ്ലോക്ക് ആവാം, മരങ്ങളൊക്കെ വീഴാം, ജീവനൊക്കെ ഹാനി ഉണ്ടാവാം. അങ്ങനെ ഒത്തിരി അപകടം ഉണ്ടാക്കാവുന്നതാണ് ഈ കാറ്റഗറി 3 to 5 എന്ന് പറയുന്നത്. ഞാൻ അതിന്റെ സ്പീഡൊക്കെ ഇതിനകത്ത് ഇടുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനായിട്ട് പറയാം. നമ്മൾ കിലോമീറ്റർ കണക്കിലൊക്കെ പറയുകയാണെങ്കിൽ കാറ്റഗറി 3 എന്ന് പറയുമ്പോൾ ഒരു 178 km/h ഒക്കെ ഉണ്ടാകാം. അത് സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. അതിൽ കൂടുതൽ വരാം. അപ്പൊ അത്രയും സ്പീഡിലാണ് കാറ്റ് വരുന്നത്. മൈൽസിൽ ആണ് സാധാരണ നമ്മളിവിടെ പറയുക. അത് 111 to 129 miles/hour ഒക്കെയാണ് കാറ്റഗറി 3 എന്ന് പറയുന്നത്. പിന്നെ അതിനേക്കാൾ കൂടുതലായിരിക്കും കാറ്റഗറി 4ഉം 5ഉം ഒക്കെ. അപ്പം ഈ നമ്മൾ ഹരിക്കെയിൻ ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നേരത്തെ തന്നെ നമുക്ക് അതിന്റെ വാർണിംഗ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പൊ നമുക്കറിയാൻ പറ്റും അത് എവിടെയാണ് അത് ഹിറ്റ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പം ഇപ്പൊ അതായത് ഈ കാറ്റ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അടിക്കുന്ന സ്ഥലത്താണ് നമ്മളെങ്കിൽ അതനുസരിച്ചൊക്കെ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യേണ്ടി വരും. ചില സമയത്തൊക്കെ ഇത് പറയുന്ന പോലെ ഒന്നും ആയിരിക്കില്ല, ചിലപ്പം അൺപ്രഡിക്റ്റബിൾ ആയിട്ട് വരാം. അതായത് നമ്മൾ ചിലപ്പോഴൊക്കെ കാറ്റ് അവസാന നിമിഷത്തിലായിരിക്കും അത് ചിലപ്പം ഡയറക്ഷനൊക്കെ ചിലപ്പോൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പം നമ്മൾ എപ്പോഴും പ്രിപ്പയർ ആയിട്ട് ഇരിക്കണം എന്നാണ് പറയുക. ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത് പറയാനായിട്ട്, എങ്കിലും വളരെ ചുരുങ്ങിയതായിട്ട് നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ മെയിനായിട്ട് ഇത് ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ നമ്മുടെ ബേസിക് നീഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് ഫുഡും വാട്ടറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ചു വെക്കണം. ഒരു 2-3 ദിവസത്തേക്കുള്ള ഫുഡ് നമ്മൾ മീൻസ് വീട്ടിൽ മേടിച്ചു വെക്കുക. അതായത് ചീത്തയാവാത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ടിന്നിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റാവുന്നത്, അല്ലെങ്കിൽ ബ്രെഡ്, അങ്ങനെ നൂഡിൽസും ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഗ്യാസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കുഴപ്പം, നമ്മൾ ഒരുപാട് നമ്മൾ ഈ കാറ്റും ഈ ഹരിക്കെയിൻ എന്താ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സ്പീഡിലല്ലേ കാറ്റ് വരുന്നത്, അതുപോലെ തന്നെ നമുക്ക് നല്ല മഴയും ഉണ്ടാകാം. അപ്പം എന്ന് വെച്ചാൽ ചിലപ്പം ഫ്ലഡൊക്കെ, വെള്ളപ്പൊക്കം പോലെയൊക്കെ ഇതൊക്കെ ഉണ്ടാകാം. അപ്പം നമ്മളെ വീടെല്ലാം നമ്മൾ അടച്ചിടുക. വീടിനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളുടെ വീടിന്റെ ഈ ജനാലകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പൊ ചില വീടിനത് ഹരിക്കെയിൻ ഇമ്പാക്ട് വിൻഡോസ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഇപ്പൊ എന്തെങ്കിലും വന്ന് അടിച്ചാൽ തന്നെ അതിങ്ങനെ നമ്മുടെ കാറിന്റെയൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പൊടിഞ്ഞിരിക്കുന്ന പോലെ അങ്ങനെ പൊടിഞ്ഞിരിക്കത്തേ ഉള്ളൂ. അതങ്ങോട്ട് മൊത്തത്തിൽ അങ്ങ് ഇതായിട്ട് പോകത്തില്ല. അതിൻ്റെ ഉള്ളൊരു ഫിലിം പോലെയുള്ള, അത് പല ടൈപ്പ് ഗ്ലാസസ് ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ ടൈപ്പ് ഗ്ലാസസ് ഉണ്ട്. ഇപ്പം എന്നാൽ തന്നെയും ആൾക്കാർ നമ്മൾ ഈ വിൻഡോസ് എല്ലാം നമ്മൾ പ്ലൈവുഡൊക്കെ വെച്ചിട്ട് അത് അടച്ചു വെക്കും. അതൊക്കെ നമ്മൾ ഇതിനകത്ത് വീഡിയോയിൽ നിങ്ങൾക്ക് ഇതിനകത്ത് പിക്ചറൊക്കെ കാണാം. ഇതൊക്കെ അടച്ചു വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഇപ്പം ഈ കാറ്റത്ത് എന്തെങ്കിലും സാധനമൊക്കെ വന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ വിൻഡോസ് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് വെള്ളമൊക്കെ വീണ് നമ്മുടെ വീടെല്ലാം നശിച്ചു പോകത്തില്ലേ. ഇപ്പം അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ചില സമയത്ത് നമ്മൾ പ്ലൈവുഡ് അല്ലെങ്കിൽ വേറൊരു ഷീറ്റ് പോലത്തെ ഒരു ഇതുണ്ട്, അതും ഇതൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചില സ്ഥലത്ത് അത് ഷട്ടർ, ഹരിക്കെയിൻ ഷട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഷട്ടർ പോലത്തെ, നമ്മൾ ഈ കടയുടെയൊക്കെ ഷട്ടർ ഇടുന്ന പോലത്തെ അങ്ങനത്തെ ഷട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ വീടിൻ്റെയും എന്താണോ ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അതെല്ലാം അടച്ചിട്ടേക്കായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കുക്കിങ്ങും കാര്യങ്ങളൊന്നും, നമുക്ക് ഈവൻ ഗ്യാസ് ആണെങ്കിൽ പോലും ഒത്തിരി കുക്കിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യുന്നത് നല്ലതല്ല. എല്ലാം അടച്ചിട്ടേക്കുന്ന കാരണം കൊണ്ട് നമ്മൾ എയർ സർക്കുലേഷൻ ഇത് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം അത് അത്ര സേഫ് ആയിട്ടുള്ള ഇതല്ല. ഐസ് മേടിക്കും ആൾക്കാർ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ
ചീത്തയാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ടിഷ്യൂസ് എല്ലാം നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം, അതുപോലെ നമ്മളുടെ മരുന്നുകൾ, പിന്നെ നമ്മളൊരു 3-4 ദിവസത്തേക്ക് ഇടാനുള്ള ഡ്രസ്സുകളൊക്കെ ഒരു ബാഗിൽ നമ്മൾ ഓരോരുത്തരും പാക്ക് ചെയ്ത് വെക്കണം. അതുപോലെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, പാസ്പോർട്ടും അങ്ങനത്തെ സാധനങ്ങൾ, ഇതെല്ലാം അതൊക്കെ ഒരു വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഒരു കവറിനകത്തൊക്കെ ഇട്ടിട്ട്, കാരണം നമുക്ക് അറിഞ്ഞുകൂടാ ഇനിയിപ്പം മഴയോ ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ബാഗ് നനയോ അങ്ങനെ ഇതൊക്കെ വന്നു കഴിഞ്ഞാലേ, അപ്പം അതെല്ലാം സൂക്ഷിച്ച്, കാരണം നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഇവാക്യുവേറ്റ് ചെയ്യാനൊക്കെ പറയും അവർ. അപ്പം അതിന് പോകാൻ റെഡി ആയിട്ട് വേണം നമ്മളൊരു ബാഗൊക്കെ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കണം. അതുപോലെ എന്തെങ്കിലും എമർജൻസി നമ്മുടെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ അത്, പിന്നെ മൊബൈലൊക്കെ ചാർജ് ചെയ്ത് വെക്കുക. അതുപോലെ ക്യാഷ് എടുത്ത് വെക്കും. ക്യാഷ് എടുത്ത് വെക്കണമെന്ന് വെച്ചാൽ കറണ്ടൊക്കെ പോകത്തില്ലേ, അപ്പം നമുക്ക് ഇപ്പം 2-3 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഈ കടകളൊക്കെ തുറന്നാൽ തന്നെ ചിലപ്പോൾ അപ്പം അവർ കാർഡൊന്നും എടുക്കത്തില്ല. അപ്പം ക്യാഷൊക്കെ നമുക്ക് ആവശ്യം വേണ്ടി വരും. കൊടുത്താലേ നമുക്ക് സാധനങ്ങൾ കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ക്യാഷ് എടുത്ത് വെക്കും. അതുപോലെ തന്നെ ഫ്ലാഷ് ലൈറ്റ്സ്, പവർ ബാങ്ക്സ്, അങ്ങനത്തെയൊക്കെ. പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഇങ്ങനെ പിടിച്ചു വെക്കും. ഇപ്പം നമ്മൾ ടബൊക്കെ ആണെങ്കിൽ ടബിലൊക്കെ വെള്ളം പിടിച്ചു വെക്കും. കാരണം ചിലപ്പോൾ നമുക്ക് ഈ ചെളിവെള്ളം പോലെയൊക്കെ ഈ വെള്ളം ഇതായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നെ പൈപ്പിൽ കൂടെ വന്ന വെള്ളമൊന്നും ചിലപ്പോൾ സേഫ് ആയിരിക്കത്തില്ല കുടിക്കാനൊക്കെ, ചെളിവെള്ളം പോലെയൊക്കെ ചിലപ്പോൾ വരാം. അപ്പം അതുകൊണ്ട് നമ്മൾ ഡ്രിങ്കിങ് വാട്ടറും അതുപോലെ തന്നെ കുളിക്കാനുള്ള വെള്ളമൊക്കെ ടബിലൊക്കെ നമ്മൾ കുറച്ച് പിടിച്ചൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എമർജൻസി സമയത്തൊക്കെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ കേസ് നിങ്ങൾക്ക് പോകുമ്പോൾ ഐസൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാനൊക്കെ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊക്കെ ഈ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാ സാധനം തീർന്നു പോകും. അപ്പം ഞാനൊക്കെ എന്നിട്ട് സിപ്പ് ലോക്ക് ബാഗിലുണ്ടല്ലോ, നമ്മുടെ ഫ്രീസർ ബാഗ് ഉണ്ടല്ലോ, അതിനകത്ത് ഫ്രീസർ ബാഗിൽ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് അത് ഫ്രീസറിലോട്ട് വെക്കുകയായിരുന്നു. അപ്പം നമ്മൾ കറണ്ട് പോകുന്നതിന് മുന്നേ അപ്പം അങ്ങനെ കുറച്ച് ഐസ് ഉണ്ടായിരുന്നതുകൊണ്ട് കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഫുഡൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നത് ചീത്തയാകാതെയൊക്കെ വെക്കാൻ പറ്റി. അതുപോലെ നമ്മൾ കാറിലൊക്കെ ഗ്യാസൊക്കെ ഫില്ല് ചെയ്ത് വെക്കണേ. അതൊക്കെ എത്ര നേരത്തെ അറിയുമ്പോൾ തന്നെ നമ്മൾ ചെയ്യണം. കാരണം ലാസ്റ്റ് പോകുമ്പോൾ ചിലപ്പോൾ അതൊന്നും ഉണ്ടായിന്ന് വരത്തില്ല. അതുപോലെ യാത്രയൊക്കെ നമുക്ക് ദൂരെയൊക്കെ മാറിയൊക്കെ താമസിക്കണമെങ്കിൽ നമുക്ക് പോകണമെങ്കിലൊന്നും ചിലപ്പോൾ പെട്രോൾ ഉണ്ടായിന്ന് വരത്തില്ല. അതുകൊണ്ട് അതൊക്കെ ഫില്ല് ചെയ്ത് റെഡിയായിട്ടിരിക്കണം. ഇനി നിങ്ങൾക്ക് വളരെ കൗതുകമായിട്ട് തോന്നുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പൊ ഫ്ലോറിഡയിൽ നമ്മൾ ഈ എമർജൻസി സർവീസ് മിക്ക ജോബുകളും, അതായത് സാധാരണ ഓഫീസ് ജോബുകളൊക്കെ ഹരിക്കേണ്ട ദിവസങ്ങളിൽ അവധിയായിരിക്കും, സ്കൂളുകൾ അവധിയായിരിക്കും. കാരണം സ്കൂളുകളിലും അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലും അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചിലപ്പം ഇവര് നമ്മൾക്ക് ഷെൽട്ടേഴ്സായിട്ട് ഇപ്പം ഹരിക്കേൻ്റെ ഇത് ഒരുക്കാറുണ്ട്. അപ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും സ്കൂൾസും കോളേജസ് അങ്ങനത്തെ ഇതൊക്കെ ആയിരിക്കുമേ. അപ്പം എമർജൻസി സർവീസസ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ, ഫയർ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് അവർക്കൊന്നും അവധിയില്ലല്ലോ, അവർക്ക് എന്താണെങ്കിലും വർക്ക് ചെയ്യണം. അപ്പം ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് വെക്കുമോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഹോസ്പിറ്റലിൽ ഒരു സിസ്റ്റം ഉണ്ടാവും, ഒരു ഡിസാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ടീം ഉണ്ടാവും. അപ്പം ആ ടീം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പം ഈ ഹരിക്കെയിൻ വരുന്നതെന്ന് പറയുമ്പോൾ തന്നെ അത് ആ ടീം അവർ എപ്പോഴാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്, അതായത് ഇപ്പം ഹരിക്കെയിൻ നമുക്ക് അവിടെ കാര്യമായിട്ട് അടിക്കുന്നുണ്ടെങ്കിൽ അവരങ്ങനത്തെ അത് ആ ഡിസാസ്റ്ററിന് ആക്ടിവേഷൻ നടത്തും. ആക്ടിവേഷൻ നടത്താന്ന് പറയുമ്പോൾ ഈ ഹോസ്പിറ്റൽ ടീമിൽ നമുക്ക് ഓൾറെഡി നമ്മളെല്ലാ സ്റ്റാഫിനെയും ഹോസ്പിറ്റലിലൊക്കെ ടീം എ, ടീം ബി എന്നും പറഞ്ഞിട്ട് 2 ടീംസ് ഉണ്ടാവും. ഇപ്പം ടീം എ എന്ന് പറയുന്ന ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരാണ് ഈ സ്റ്റോം തുടങ്ങി കഴിയുമ്പോൾ ഇത് ഡിസാസ്റ്റർ ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അവര് ഇപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ആണെങ്കിൽ അവർ വരുമ്പോൾ അവരവിടെ കിടക്കാൻ കരുതിയായിരിക്കും വരുന്നത്. ഇപ്പം നൈറ്റ് ആണെങ്കിലും ഡേ ഷിഫ്റ്റ് ആണെങ്കിലും അവർ ഒരു 2-3 ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് എന്തെങ്കിലും സ്ലീപ്പിംഗ് ബാഗും അതുപോലെ എന്തെങ്കിലും ഫുഡൊക്കെ യൂഷ്വലി അവർ പറയുക എന്തെങ്കിലും ക്യാൻ ഫുഡ്സ് ഒക്കെയാണ് പറയുക. കാരണം നമ്മൾ കഴിയുന്നതും പവർ സപ്ലൈ ഇപ്പം എല്ലാം ഈ മൈക്രോവേവ് ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ ചൂടാക്കാതിരിക്കാൻ വേണ്ടി അല്ലാത്ത ടൈപ്പ് ഫുഡ് കൊണ്ടുവരാനാണ് പറയുക. അല്ലെങ്കിൽ ബ്രെഡോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുവരാൻ പറയുക. ചില ഹോസ്പിറ്റലുകാരൊക്കെ അവിടുത്തെ ഫുഡ് സ്റ്റാഫിന് കൊടുക്കാറുണ്ട്.
പക്ഷേ നമ്മളെപ്പോഴും കൊണ്ടുപോകണം. അപ്പോൾ ഈ 2-3 ദിവസത്തേക്കുള്ള ഫുഡും ഡ്രസ്സും ബ്രഷും പേസ്റ്റ് ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ അവിടെ കിടക്കാൻ കരുതിയിട്ടാണ് ഈ സ്റ്റാഫ് ടീം എക്കാർ പോകേണ്ടത്. എന്നിട്ട് ഇവർ ഈ സ്റ്റോം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇവർക്ക് തിരിച്ച് ഇവരുടെ വീട്ടിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഈ ഹരിക്കൻ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ചിലപ്പം പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല. ചിലപ്പോൾ അത് കാറ്റും മഴയൊക്കെ നിന്നാൽ പോലും റോഡൊക്കെ ബ്ലോക്കായി കാണും, ഈ മരങ്ങളൊക്കെ വീണിട്ടുണ്ടാവും. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെതൊക്കെ കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റുക. അപ്പോഴാണ് ടീം ബിക്കാർ വരുന്നത്. അപ്പോൾ ടീം ബിക്കാരാണ് പിന്നെ ഇത് ടേക്ക് ഓവർ ചെയ്യുന്നത്. അപ്പോൾ 2 ദിവസത്തേക്ക് ഈ ടീം എക്കാർക്ക് റെസ്റ്റ് കൊടുക്കും. അങ്ങനെയാണ് ഇവിടെ ഹരിക്കേൻ വന്നു കഴിയുമ്പോൾ ഈ എമർജൻസി സർവീസസിലൊക്കെ സ്റ്റാഫ് മാനേജ് ചെയ്യുന്നത്. കാരണം ഈ സമയത്തൊന്നും ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേഫ് ആയിട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പം ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഹരിക്കേൻ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഇത് ഞാൻ ചുരുക്കമായിട്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാണ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണേ. ഇന്നിപ്പോൾ കഴിഞ്ഞ തവണ തന്നെ ഹരിക്കേൻ മിൽട്ടൺ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അതുപോലെ ഒരു ഹരിക്കേൻ ഇങ്ങനെ ഇത് കാണുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം അടച്ചിട്ടേക്കാം, നമുക്ക് ഒരു സാധനം പുറത്തേക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഈ ബാത്റൂമിൻ്റെ മുകളിലുള്ള വെന്റിലേഷൻ്റെ അവിടെ ചെറിയ ഇതുണ്ട്, അതിൽ കൂടെ നമുക്ക് കാണാം നമ്മുടെ പനയൊക്കെ നമ്മൾ എന്താ പറയണേ ഈ മുടിയാട്ടം പോലെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. ഞാൻ പന വീഴുന്നതാണ് വിചാരിച്ചത്, അതുപോലെ അങ്ങനെ കറങ്ങുമായിരുന്നേ. പക്ഷെ ദൈവം അനുഗ്രഹിച്ചിട്ട് പിറ്റേ ദിവസം നോക്കി കഴിഞ്ഞപ്പോൾ ഇതൊന്നും പനയൊന്നും വീണിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഇന്ത്യയിലൊക്കെ വീടിന് ചിലപ്പം ഈ ഓട് വെക്കുമല്ലോ, ഓട് വെക്കുന്ന പോലെ ഇവിടെ പലതരം റൂഫ് ഉണ്ട് കേട്ടോ. പലതരം റൂഫ് എന്ന് വെച്ചാൽ ഇപ്പം ഇതുപോലെ ഷിംഗിൾസ് എന്ന് പറയുക. ഷിംഗിൾസ് എന്ന് പറഞ്ഞിട്ട് അതൊരു തരം ഒരു എന്താ പറയുക, ഈ കാറ്റൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കുന്ന ഒരു സാധനമാണ്. ആ സാധനം അതൊക്കെ നല്ല കാറ്റ് വന്നു കഴിയുമ്പോൾ അതങ്ങ് പറഞ്ഞങ്ങ് പോകും. അപ്പം അങ്ങനത്തെ ഒരു ഇതുണ്ട്. പക്ഷെ അത് മെറ്റൽ ആയിട്ടുള്ള റൂഫ് അങ്ങനത്തെ ഉണ്ട്. അങ്ങനെ പലതരം അതൊക്കെ നമുക്ക് ചില ഏരിയാസിൽ മാത്രമാണ്. ഓരോ റൂഫിനൊക്കെ നമ്മൾക്ക് തോന്നിയ പോലെ ഓരോ റൂഫും വെക്കാൻ പറ്റത്തില്ല. അതിൻ്റെ അവിടുത്തെ ഹൗസിംഗ് അസോസിയേഷൻ്റെ പെർമിഷൻ അനുസരിച്ചിട്ടൊക്കെയാണ് റൂഫിൻ്റെ കളറ് വരെ അങ്ങനെയാണ് ഹൗസിംഗ് അസോസിയേഷൻ്റെ പെർമിഷൻ അനുസരിച്ചിട്ടൊക്കെയാണ് വെക്കാൻ പറ്റുക. അപ്പം ഈ ഷിംഗിൾസ് സാധനങ്ങളൊക്കെ ഇങ്ങനെ പറന്നു പോകാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇതുപോലെ മരങ്ങളൊക്കെ കുറേ ഒടിഞ്ഞും ഇതൊക്കെ കിടപ്പുണ്ടാവും. അപ്പോൾ അത് ഈ കാറ്റ് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിതെല്ലാ കാര്യങ്ങളും ഈ എന്തെങ്കിലും മരങ്ങളൊക്കെ എന്തെങ്കിലും അടുത്ത് നിൽപ്പുണ്ട് എന്തെങ്കിലും വെട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വെട്ടിയൊക്കെ നിർത്തണം. അങ്ങനെയൊക്കെ നമ്മളുടെ കാര്യങ്ങളെല്ലാം ഒന്ന് സേഫാക്കി ചുറ്റുപാട് ഇതെല്ലാം ഇങ്ങനെ നോക്കണം. പിന്നെ എന്തെങ്കിലും അവർ ഇവാക്യുവേറ്റ് ചെയ്യാനായിട്ട് ഇതൊക്കെ മൊബൈലിൽ നമ്മൾ മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഇവാക്യുവേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ റെഡി ആയിട്ട് ഇരുന്നോണം. പിന്നെ ചില ആൾക്കാരാണെങ്കിൽ സാൻഡ് ബാഗ്സ് ഒക്കെ നമ്മളുടെ വീടിൻ്റെ ഈ ഡോറിൻ്റെയൊക്കെ അടിയിലേക്കൂടെ നമ്മൾ വിചാരിക്കും, നമുക്ക് നോക്കുമ്പോൾ ഇതൊക്കെ സീൽഡ് ആയിട്ടൊക്കെ തോന്നും. പക്ഷേ ഉണ്ടല്ലോ ഈ കാറ്റിൻ്റെ ഇതിനകത്ത് ശക്തിനകത്ത് കഴിഞ്ഞവണേക്ക് നമുക്ക് ചില ഇലകളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ചില ഇലകളും ചെറുതായിട്ട് ഇങ്ങനെ നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇച്ചിരി കയറി വന്നു അങ്ങനെ. അപ്പം നമ്മൾ ചിലപ്പോൾ സാൻഡ് ബാഗൊന്നും നമ്മൾ ഇട്ടില്ലായിരുന്നു. പക്ഷേ സാൻഡ് ബാഗൊക്കെ ചിലർ ഇടും. അപ്പോൾ പിന്നെ എന്തെങ്കിലും ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം വീട്ടിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാൻഡ് ബാഗും കാര്യങ്ങളൊക്കെ ഇടുക. അപ്പം ഇങ്ങനെ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ഇനിയും ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് പിന്നെ കാണാം. ഹാവ് എ നൈസ് ഡേ. ടേക്ക് കെയർ. ബൈ.